അഖിലേട്ടൻ വരും, വന്ന് വിളിക്കും, ഞാൻ പോവും. ആരും ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അച്ഛനത്തെ ചേച്ചി അവൾ ഇറങ്ങി പോകാൻ അവളാ ഹെയർ സ്ട്രൈറ്റ് ചെയ്യാനായിട്ട് പൈസ, ബ്യൂട്ടി പാർലറിൽ പോകാനായിട്ട് പൈസ. താങ്ക് യു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒറ്റ വാശി നിൽക്കുമായിരുന്നു. ഇപ്പൊ മറ്റേ രജിസ്റ്റർ മാരേജും ഒളിച്ചോട്ടവും മറ്റേ ലിവിങ് ടുഗദറോ അങ്ങനെയൊക്കെ ഈ വീട് വിളിക്കേണ്ടി വരും, ഈ വീട് വിളിക്കേണ്ടി വരും. എടാ എന്നാ പറ്റി? മൊബൈൽ റീചാർജ് ചെയ്തോ? അതോ വീട്ടിൽ കറണ്ടില്ലേ? അതൊന്നും അല്ലടോ. പിന്നെ അച്ഛല്ലേ അവള് അച്ഛനത്തെ ചേച്ചി. തനിക്കത് കേട്ടിട്ടൊന്നും തോന്നണില്ലേ? സോ സാർ കേട്ടോ. താനെന്നെ ഊഞ്ഞാലിടണ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞടാ. തനിക്കറിയാവോ ഞാൻ ആ അച്ഛനു വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്? ആ അവളുടെ മുടി സ്ട്രൈറ്റ് ആയിട്ട് പൈസ, ബ്യൂട്ടി പാർലറിൽ പോകാനായിട്ട് പൈസ, അവളുടെ അപ്പന് ഷെർവാണി. അപ്പം ഷെർവാണിയാ? ആ അയാളുടെ 5ാം ക്ലാസ്സിലെ റീയൂണിയന് ഷെർവാണി വേണമെന്ന് പറഞ്ഞു. 5ാം ക്ലാസ് റീയൂണിയനോ? അവളുടെ അപ്പൻ 5ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. എന്നിട്ട് എന്താണ് ഇപ്പൊ അവള് പറയാണ് എനിക്ക് അവളൊക്കെ നല്ല പെണ്ണിനെ കിട്ടും. അതൊന്നും ഉണ്ടാവില്ല. ഞാൻ തമാശ പറഞ്ഞ. താൻ പോടൂ, തനിക്ക് തമാശ. അല്ല ഞാൻ ആലോചിക്കുമായിരുന്നേ അവളെന്നെ മണ്ടിയെന്ന്. അതേ നീ ഇതുപോലൊരു തങ്കക്കുടമ്പിലൊരു പയ്യനെ കിട്ടിയിട്ടേ. താൻ വീണ്ടും ഉണ്ടാക്കണല്ലേ? പിന്നെ അല്ല, ഇന്നത്തെ കാലത്ത് തന്നെ ഉണ്ടാക്കാൻ എവിടെ നിന്നിട്ടൂടാ? അവൻ്റെ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ പോണു, പിന്നെ ബ്യൂട്ടി പാർലർ, അവൻ്റെ അപ്പൻ്റെ ഷെർവാണി. താനൊന്ന് പോയി, മനുഷ്യരോട് പൊളിഞ്ഞിരിക്കണേ. അതിന്റെ ഇടയിലാണ് അയാളുടെ കോപ്പിലെ ഡയലോഗ്. നാളെ മുതലേ ജിമ്മിനൊക്കെ ഒന്ന് പോകണം, ജോലിക്ക് പോയി സെറ്റ് ആവണം. താനിങ്ങനെ ഇരുന്ന് തിരിഞ്ഞോ? തൻ്റെ കൂടെ നടന്നിട്ടാണ് ഞാനിങ്ങനെ തേഞ്ഞൊട്ടിയത്. തനിക്കെങ്ങനെ പറ്റണടോ? രാവിലെ എണീക്കുന്നു, ആരെങ്കിലും പറ്റി 2 അടിക്കുന്നു, കിടന്നുറങ്ങുന്നു, എണീക്കുന്നു, വരുന്നു, ചൂണ്ടയിടുന്നു, എല്ലാം ചെയ്യുന്നു. എന്ത് ജീവിതം ഉണ്ടോ? അതെ, ഇതാണ് ഷിബു ഇങ്ങനെയാ. അല്ലാതെ മറ്റുള്ള പോലെ രാവിലെ എഴുന്നേറ്റ് ഷേവും ചെയ്ത് കുളിച്ച് പല്ലും തേച്ച് തുണി മണിയെല്ലാം തേച്ച് ചോറും കെട്ടിപ്പൊതിഞ്ഞ് രാവിലെ തുഴഞ്ഞു കഴിഞ്ഞ് ഓഫീസിൽ ചെന്ന് അവിടെ നിന്ന് മാനേജരും നാട്ടുകാരും കസ്റ്റമേഴ്സിൻ്റെ മൊത്തം തെറിയായിട്ട് അവിടെ ഇരുന്ന് തേഞ്ഞ് നടുവും കളഞ്ഞ് വയറും ചാടി. എനിക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ. എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ ഈ 10 ജോലിയും ചെയ്ത് ശമ്പളം ഇല്ല, ലീവും ഇല്ല. എന്നിട്ട് വൈകുന്നേരം പിന്നെ തുഴഞ്ഞ് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വലിച്ചായിരിക്കുന്നു വളർന്ന് കിടന്നുറങ്ങും. പ്രഷർ, പ്രമേഹം, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം വരും. പിറ്റേ രാവിലെ ഇത് തന്നെ പരിപാടി. അല്ലാതെ വല്ലവനും വേണ്ടി പണിയെടുത്ത് വല്ലയിടത്ത് കൊണ്ട് ചാവാതെ എന്നെ കണ്ടുപിടിക്കും. ശരിയല്ലേ? അതൊക്കെ ഞങ്ങളെന്നറിയോ? രാവിലെ ഒരു 8-8:30 എഴുന്നേൽക്കും. അമ്മച്ചല്ല കട്ടൻ ചായ തിളപ്പിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഗ്ലാസ്സിങ് എടുത്തിട്ട് പല്ല് ചോയ മുഖം കഴുകി നേരെ ഷാപ്പിലേക്ക് പോകും. ഷാപ്പ് നല്ല പുലരിക്കാണ്ട് ചെത്തിയാരി കൊണ്ട് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഗ്ലാസ്സിങ് എടുക്കും. എന്നിട്ട് കപ്പോളിങ് ഉണ്ടല്ലോ, നല്ല വെണ്ണ പോലെ അവനെ അതിൻ്റെ മീൻ മറന്നിട്ട് എണ്ണയും കുഴിക്കും. ഇത് തോണ്ടി എടുത്തിട്ട് ഈ കള്ളണല്ലോ ഒറ്റ കുടിയാണ്. ഇതിനെ ഒറ്റ നാക്ക് ഒരു 3-4 ഗ്ലാസം കടിക്കും. എന്നിട്ട് ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ഒരു 2 മണിക്കൂറുണ്ട് അല്ല വരാളോ പള്ളത്തിയോ കറുപ്പോ എന്തെങ്കിലും കിട്ടും. നേരെ അമ്മച്ചി കൂടി കൊടുക്കും. അമ്മച്ചൊരു 1/2 മണിക്കൂറുണ്ട് നല്ല മുള കിട്ടും, അങ്ങോട്ട് പറ്റിക്കും. ബാക്കിലുണ്ടല്ലോ നല്ല പച്ചക്കുരുമുളല്ലേ, അതിട്ടങ്ങ് വറക്കും. നല്ല ചൂട് ചോറ് അടുത്ത് പിടിക്കും. അവിടെ കറിയില്ലേ അത് വെച്ചിട്ട് അങ്ങോട്ട് കുഴച്ചിട്ട് ആ മീൻ വറുത്തുണ്ടല്ലോ, വറുത്തതിൻ്റെ പീസ് പൊളിച്ചെടുത്ത് സെൻറ്ററിൽ വയ്ക്കും. അതിൻ്റെ സൈഡിൽ ചോറെടുത്തങ്ങ് വെച്ചിട്ട്
പിടിച്ചെടുത്ത് ഇത് ഇങ്ങനെ ഇങ്ങനെ ഊരുട്ടിയെടുത്തത് ഇതിങ്ങനെ എങ്ങനെയുണ്ട്? എന്നിട്ട് വരുന്നതൊക്കെ ഒരു 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 കട്ടൻ കിടന്നിട്ടേ ഒരു 2.5 മണിക്കൂർ കിടന്നുറങ്ങും. ഒരു 4 വരെ. എന്നിട്ട് നേരെ ഇരുന്നിട്ടേ കവലിക്ക് പോകും. കവല ചെന്ന് ആരെങ്കിലും ഒന്ന് വളച്ചിട്ട് ഒരു 4 അടിക്കും. അല്ല ബീഫ് വരട്ടിയതോ വല്ല മിച്ചറോ അച്ചാറാക്കി കൂട്ടിട്ട് ഒരു 4-5 അടിക്കും. പരിപ്പായേ അവിടെ നേരെ വീട്ടിൽ ചെല്ലും. അമ്മച്ചിട്ട് തുറന്നുണ്ടാവും. അപ്പം എന്തെന്നറിയോ? ആ ഉച്ചയ്ക്ക് വെച്ച മീൻകറിയില്ലേ അതിൻ്റെ ചാട്ടി ഇങ്ങോട്ട് എടുക്കും. അതൊക്കെ ചോറെടുത്ത് കവർ അവിടെ കുഴയ്ക്കും അങ്ങോട്ട്. അവിടെ ഉരുട്ടി അതിരുന്ന് കടിക്കും. അത് നേരെ വരാതെ കിടന്ന് ഒറ്റ ഉറക്കാം. രാവിലെ 8:30 വരെ ആന കുത്തി അറിയില്ല. നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുമോ? അതാണ് ഷിബു. നിങ്ങളാട്ടോ ശരി. പക്ഷെ എൻ്റെ വീട്ടിലിറങ്ങി ചവിട്ടി പുറത്താക്കിയാനെ. നീ വല്ലതും കിട്ടിയാ? എന്നിട്ട് എവിടെ നിന്ന് കൊത്തൊന്നുമില്ല. ചെറുത് അടിക്കാളോ വേണ്ട. അല്ല വരുമായിരിക്കും. വെറുതെ ഇരുന്ന് തള്ളണല്ല അങ്ങോട്ട്. തള്ളു. ആരെങ്കിലും വരൂടാ. എൻ്റെ കുഴപ്പമില്ല ഉണ്ടോ? അതിൻ്റെ ഞാൻ ഇങ്ങോട്ട് വരും. പണ്ടൊക്കെ കല്യാണോ മരണോ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം അതൊന്നുമില്ല. ആന്നേ ഇപ്പം ആരും മരിക്കണില്ലല്ലേ. കല്യാണം ഉണ്ടോ? കല്യാണം ഇല്ല. ഇപ്പം മറ്റേ രജിസ്റ്റർ മാരേജും ഒളിച്ചോട്ടവും മറ്റേ ലിവിങ് രൂപതോ അങ്ങനെയൊക്കെ അല്ലേ? അതാ നമ്മുടെ സജിയുടെ പെങ്ങളുടെ കല്യാണം എന്തായി? അത് കല്യാണമല്ലല്ലോ, എൻഗേജ്മെന്റ് അല്ലേ? ഈ ഞായറാഴ്ച വ്യാഴം വെള്ളി ശനി ഞായർ 4 ദിവസം. നിങ്ങൾ പോണേണോ? നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സജിയില്ലേ? ആ, അവർ ഓരോ പെങ്ങളെ നിശ്ചയം അറിയാമോ? ആ, ഉത്തരവാദിത്തം വേണ്ട. ഉത്തരവാദിത്വം ഇയാക്ക? ഓ ഓ ഓ ഉത്തരവാദിത്വം. പണിയെടുക്കേണ്ടി വരും. നോക്കാം. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇയാളെന്താ മിണ്ടാത്ത? കല്യാണത്തിന് ശരിയാണല്ലോ. ഇതെന്താ ഇങ്ങനെ? എന്റെ കൊക്കിന് ജീവനാണെങ്കിൽ നിന്റെ ആഗ്രഹം നടക്കൂടി. അവൾ ഇറങ്ങിപ്പോണെങ്കിൽ ഒന്ന് കാണണമല്ല. എന്താ കൊക്കന്റെ കാര്യമൊക്കെ പറയണ്ട. ഇനിയിപ്പോ ഇവിടെ ചിക്കന് പകരം കുക്ക് കറി ആയിരിക്കുമോ? അതിന് മാത്രം കൊക്കിനെ കിട്ടും. അവൾ ഇറങ്ങിപ്പോവാൻ നടക്കണത്. അയ്യോ ഞാൻ പറഞ്ഞതില് വേണം. ഞാൻ ഷിബുവ. നിങ്ങളായിരുന്ന ഞാൻ വിചാരിച്ചു അതെ കല്യാണം ഇവിടെ ആയിട്ട് ഇറക്കൊന്നുമില്ല. എന്ത് പറ്റി? കല്യാണ കളവണം ഇവിടെ കിണ്ടിയില്ല. അതിനെ പറ്റി എടാ അതെ അവക്കൊരു റിലേഷൻ്റെ പ്രശ്നമുണ്ട്. അടിപൊളി പാപ്പു. വിളിക്കാൻ പറ്റുന്ന മാർഗമുണ്ടോ? ഒരു മാർഗമില്ല. ഞാൻ നോക്കട്ടെ. നോക്ക്. അതെ ഞാനൊന്ന് സംസാരിച്ച് നോക്കിയാലോ? ആര് സംസാരിച്ചിട്ടും കാര്യമില്ല. അതെ അണ്ണൻ സംസാരിച്ച് കഴിഞ്ഞാൽ പൊളിക്കും. അടിപൊളിയായിട്ട് ഡീൽ തരും. എന്നാ പോയി കിട്ടണ മേടിച്ചോ. അടിപടിച്ച് തരുമോ? ചേട്ടാ ഇതിലേ കൂടിയാണ് ചേട്ടാ ഹൈവേന? അല്ലല്ലേ? എനിക്കറിയായിരുന്നു, ഞാൻ ചോദിച്ചല്ലോ. അഖിലേട്ടൻ വരും, വന്ന് വിളിക്കും, ഞാൻ പോവും. ആരും ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഓ സന്തോഷം. ചേട്ടാ അതെ ഈ NH വരുമ്പോ ഈ വീട് വിളിക്കുന്നുണ്ടേ? വേണ്ടല്ലേ? സെറ്റാ. ഷിബു ചേട്ടൻ പോയിട്ട് എന്തായി?
അത് ശരിയാക്കി കുഴപ്പമൊന്നുമില്ല. സത്യം ഞാൻ പറഞ്ഞില്ലേ ശിബുച്ചേട്ടൻ ചെന്നാ വിളിച്ചു ചോദിച്ചോക്ക്. മോളെ ഈ ശിവചനം പറഞ്ഞൊക്കെ ശരിയാണോ? ആ ശരിയാ. ആ, ഇനി മാറ്റൊന്നുമില്ലല്ലേ? ഏയ് ആ ഒരു മാറ്റവും ഇല്ല. കണ്ട കണ്ട അതാണ് ശിബുച്ചേട്ടൻ. താങ്ക് യു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൾ എന്റെ വാശി നിൽക്കുമായിരുന്നു. ശിബുച്ചേട്ടൻ പറഞ്ഞ ആരാണ്? ഞാൻ പറഞ്ഞിട്ടും അവൾക്ക് ഒരേ ആ, വാശിയായിരുന്നു. അതാണ് നാട്ടുകാരെ പറഞ്ഞ കേക്കും. സന്തോഷമായില്ലേ? അപ്പൊ എല്ലാം ഓക്കെയാണ്. അപ്പൊ ഇനി എങ്ങനെ ഇല്ലേ? അപ്പൊ ഓക്കെ, സന്തോഷമായി. ഈ സന്തോഷത്തിന് നീ പേര് ഫുള്ള് പഠിച്ചോളൂ. ഞാൻ പോ. വേണ്ട, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, സാധനം ഉണ്ട്. ഇല്ല, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, സാധനം ഇരിപ്പുണ്ട്. അയ്യോ ഇവിടെ ഉണ്ടെന്ന് കേട്ടോ. വേണ്ട വേണ്ടായിരുന്നു വാ, വേണ്ടായിരുന്നു. ഒന്ന് നോക്കാല്ലേ, ഒരു കുഴപ്പമില്ല. വാ, അളിയൻ കിളിപ്പിച്ചൊരു ഉഗ്ര സാധനമുണ്ട്. വാ. നീ ഓട്ടോയിൽ വിളിച്ചായിരുന്നു? Aya, happy married life.